സുജിൻ എന്തൊക്കെയായി പറയുന്നേ? അടുത്ത മാസം ലോൺ അടയ്ക്കാൻ പൈസ ഇന്നലെ രാത്രി കിടന്നപ്പോ കൂടി പറഞ്ഞല്ലേ ഉള്ളൂ. എന്നിട്ട് ഈ ടിക്കറ്റിന്റെ പൈസ ഒക്കെ എവിടെന്നാ? എന്റെ പൊന്ന് ദീപ്തി, നിന്നോടല്ലേ പറഞ്ഞ എനിക്കിപ്പോ ചായ വേണ്ടെന്ന്. ഓ, നിനക്ക് ചായ ആണോ വേണ്ടാത്ത അത് എന്നെയാണോ വേണ്ടാത്ത? ഞാൻ ചുമ്മാ സന്തോഷത്തിനാ. എനിക്ക് നിന്റെ സന്തോഷം കൊഞ്ചലും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് നിന്നെ ഞാൻ കിട്ടിയത്. എനിക്ക് നിന്റെ മോഹം കാണുമ്പോൾ ഇപ്പൊ വെറുപ്പാണ്. നീ എന്തിനാ എന്റെ സാധനങ്ങൾ എടുക്കുന്നത്? ഇത്രയും ക്യാഷ് ഈ ക്യാഷ് ആർക്കാ കൊടുക്കുന്നേ? അപ്പം ഡിവോഴ്സ് തന്നെയാണല്ലേ ഏകമാർഗം? എന്തായാലും അത് നിന്റെ ഇഷ്ടമാണ്. പക്ഷെ ഒന്ന് ഓർക്കുക, ഒരിക്കലും ഇത് നമുക്ക് അധികകാലം മൂടി വെക്കാൻ പറ്റില്ല. നീ എന്താ ഇരുട്ടത്തിരിക്കുന്ന? അമ്മ എവിടെ? അമ്മ ഉറങ്ങി. ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. എനിക്ക് വിശപ്പില്ല, ഞാൻ കിടക്കാൻ പോവാം. ഓ, അവളെ കണ്ടപ്പോ നിങ്ങളെ വിശപ്പൊക്കെ അങ്ങ് മാറിയല്ലേ? ഞാൻ കണ്ടതാ സുജിൻ, നിങ്ങൾ അറിയത്തെയും കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത്. അവളോട് സംസാരിക്കാൻ മാത്രം നിങ്ങൾക്ക് ഒരു ദേഷ്യവും ഇല്ലല്ലോ. എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഡിവോഴ്സിനെ പറ്റിയോ നിങ്ങൾ സംസാരിച്ചു അല്ലേ? നിന്റെ മാസത്തോറുള്ള പൈസ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് എനിക്ക് മനസ്സിലായി. എനിക്ക് മുമ്പേ അവളായിരുന്നല്ലേ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ദീപ്തി, നീ അതിര് കിടക്കരുത്. എന്നെ സംശയിക്കാൻ മാത്രം നീ വളർന്നോ? ഓ, എങ്കിൽ പറ, റീത്ത ആരാ? അത് നീ അറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. നിന്നെ ഞാൻ തടയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാ. മോളെ, ഇന്നലെ രാത്രി നിങ്ങൾ വഴക്കുണ്ടാക്കിയോ? അമ്മ, സുജിന് വേറെ ബന്ധമുണ്ട്, റീത്ത. അവരെ ഞാൻ ഇന്നലെ കണ്ടതാ. മാസാവസാനം പൈസ പോലും അവൻ അവർക്ക് അയച്ചു കൊടുക്കുന്നത്. നീ എന്തൊക്കെയായി പറയുന്നേ? എന്റെ മോൻ അങ്ങനെയും ചെയ്യൂല. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. അമ്മ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ദേ, പെണ്ണുങ്ങളായ കുറച്ചും കൂടെ ക്ഷമ വേണം കേട്ടോ. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്റെ മോനെ അങ്ങനെ കുറ്റക്കാരനൊന്നും നോക്കണ്ട. ദീപ്തി, നീ ഇങ്ങനെ ഇവിടെ കരഞ്ഞ് നിലവിളിച്ച് കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നീ നാളെ തന്നെ എന്നിട്ട് വീട്ടിൽ പൊക്കോ. അവിടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ചേരില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി. ഓ, അല്ലാതെ ഭർത്താവിന്റെ അവിഹിതം പൊക്കിട്ടോടൊന്ന് പറഞ്ഞു വിട്ടണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ എന്ത് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക്സ് അമ്മ. എന്നേ അമ്പലത്തിൽ പോവാണെങ്കിൽ ഈ സാരി എടുത്തോണ്ട് വേണം. അമ്മയ്ക്ക് കാണാനാ. നമുക്കേ നല്ലൊരു സദ്യ ഇന്ന് എടുക്കാം. ഇല്ല റീത്ത, നീ പറഞ്ഞതിനപ്പുറം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നാളെ അങ്ങോട്ട് വരാം. ആ ബീച്ച് റോഡില്ല, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. റീത്ത, നീ ഇറങ്ങിയോ? ഞാൻ 1 അവറിനുള്ളിൽ എത്തും. മോളിതെങ്ങോട്ടാ? നീ ബാഗൊക്കെ തൂക്കി പിടിച്ചത് എങ്ങോട്ട് പോവാ? എല്ലാം തീർന്നമ്മ. ഞാൻ എല്ലാ സൈസ് ഒരു കോമഡിപ്പോഴും ഇവിടെ നിന്നതേ, എന്തെങ്കിലും എല്ലാം ശരിയാവുന്ന വെച്ചിട്ടാ.
എന്നാ മനസ്സിലായത് ഒന്നും ശരിയാവാൻ പോണില്ലെന്ന്. അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ വേറെയാ. മോളെ അമ്മ, അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ അമ്മ നടത്തി കൊടുക്കണം. ഇനി ഞാനൊരു ശല്യം ആവത്തില്ല. ഡിവോഴ്സ് പേപ്പറൊക്കെ ഞാൻ ശരിയായിക്കോളാം. മോളെ നീ എന്തൊക്കെയായി പറയുന്നത്? അമ്മ ഞാൻ സ്വന്തം അമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ ഇതുവരെ. അമ്മേനെ മനസ്സിലാക്കുന്ന എൻ്റെ വിശ്വാസം. ഞാൻ പോവും. ദീപ്തി ഇതെങ്ങോട്ടാ? അതൊക്കെ തന്നെ നീ അന്വേഷിക്കുന്നേ. അല്ല, നീ എന്താ ഇവിടെ? അവനെ വിട്ടിടണമെന്ന് പറയാനാണോ? അതിന് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോവുക. നീ ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ എനിക്കൊരു അവകാശം ഇല്ല. ഹേ ഹലോ, താനിത് എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ഡോക്ടർ റീത്ത കുര്യൻ. സുജിൻ എന്റെ ഫ്രണ്ടാണ്. ഓ, അപ്പൊ ഈ ഫ്രണ്ടിനെ പറ്റിയാണോ അവൾ ഡയറിയിൽ എഴുതിയിരുന്നത്? എനിക്ക് ആ ഫ്രണ്ടിനെ മറക്കാനോ വെറുക്കാനോ പറ്റില്ലെന്നും. നമുക്കൊന്ന് മാറി നിന്ന് സംസാരിച്ചാലോ? എന്ന കാര്യം പറയും. പറയാനല്ല, ചിലത് കാണിക്കാനേ ഉള്ളത്. താനിതൊന്ന് നോക്കിയേ. എന്താ ഡോക്ടർ ഇത്? ഇതാണ് സുജിന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. സുജിൻ, നിന്റെ പുതിയ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ഞാൻ ഒന്നുകൂടെ പരിശോധിച്ചായിരുന്നു. ഒരു ഫേമസ് സൈക്കാട്രിസ്റ്റ് ഉണ്ട്, അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. എനിക്കറിയാം റീത്ത, എൻ്റെ റിസൾട്ട് എന്താണ് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ. സുജിൻ, ഇത് നിന്റെ തെറ്റല്ല സുജിൻ. ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. ബൈപ്പോളർ ഡിസോർഡർ ഉള്ള ഒരാൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും ഇതൊക്കെ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് സുജിൻ? ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കാൻ റീത്ത? നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ചില സമയത്ത് സന്തോഷം, അടുത്ത നിമിഷം ദേഷ്യവും ഭ്രാന്തും. നിനക്കറിയാലോ എനിക്ക് ദീപ്തി എന്തുമാത്രം ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും തനിച്ചൊരു റൂമിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഈ അസുഖം കാരണം ഞാൻ അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയാണ്. ചിലപ്പോൾ ഞാൻ അവളെ ഉപദ്രവിക്കും, ചിലപ്പോൾ ഞാൻ അവളെ കൊല്ലാൻ ശ്രമിച്ചാലോ. എനിക്ക് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൾ തകർന്നു പോകും. അവളെ എന്നും എന്നെ ഓർത്ത് ഭയന്ന് ജീവിക്കുന്നേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ ഞാനൊരു ചതിയനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ പോകണം. അവളെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. പക്ഷേ സുജിൻ, ഒരു ഡോക്ടർ എന്ന നിലയിലും എൻ്റെ സുഹൃത്തെന്ന നിലയിലും ഞാൻ പറയാണ്, നീ ചെയ്യുന്ന വലിയ തെറ്റാണ്. എന്തായാലും ഇത് അധികം നാളെ മൂടി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ അറിയേണ്ടത് അവളുടെ അവകാശമാണ്. സുജിന് ഗുരുതരമായിട്ടുള്ള മാനസികാവസ്ഥയുണ്ട്, ബൈപ്പോളർ ഡിസോർഡർ. ചുരുക്കി പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവൻ സന്തോഷവാനായിരിക്കും, പക്ഷെ അതേ സമയം തന്നെ അവൻ നിരാശയിലോട്ടോ സങ്കടത്തിലോട്ടോ ഒക്കെ പോകും. ചിലപ്പോൾ അവൻ എക്സൈറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ അത് ഡിപ്രഷനിലേക്ക് മാറും. ചുരുക്കി പറഞ്ഞ അൺകൺട്രോളബിൾ ആയിട്ടുള്ള മൂഡ് സ്വിങ്സ്, അത് തന്നെയാണ് ഈ രോഗം. അപ്പോൾ ആ ഡയറിയിൽ എഴുതുന്ന ഡോക്ടറെ പറ്റിയല്ലേ? നിന്നെ മറക്കാനും വെറുക്കാനും പറ്റില്ല എന്ന് അവൻ ആ ഡയറിയിൽ അത്രയും സ്നേഹത്തോടെ എഴുതിയത് ആരെക്കുറിച്ചാണെന്നറിയോ? എന്നെക്കുറിച്ചല്ല ദീപ്തി, അത് നിന്നെക്കുറിച്ചായിരുന്നു. അവൻ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഈ അവസ്ഥ കാരണം അവൻ നിന്നെ എന്തെങ്കിലും അപകടപ്പെടുത്തുവോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരുന്നു അവൻ മനഃപൂർവ്വം വഴക്കിട്ട് നിന്നെ അകറ്റി നിർത്താൻ ശ്രമിച്ച്. അങ്ങനെയെങ്കിലും അവനെ വിട്ട് പിരിഞ്ഞ് നീ നിന്റെ വീട്ടിൽ പോയി സേഫായിരിക്കുമല്ലോ എന്ന് അവൻ കരുതി. അതിനുവേണ്ടി മാത്രമാ, നിന്നെ സേഫ് ആക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവൻ ഈ നാടകം അത്രയും കളിച്ചേ. എന്തിനാ സുജി എന്നെ നല്ല ഒളിച്ചു വെച്ചേ? ഒരു അസുഖം വന്നപ്പോ എന്നെ ഒഴിവാക്കാൻ നോക്കി നിന്നെ ആദ്യം തല്ലേണ്ട. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ ദീപ്തി. ദീപ്തിയോട് സുജിന് അത്രയേറെ ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ ദീപ്തിയോട് മറച്ചു വെച്ചത്. ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊണ്ടും മരുന്ന് കൊണ്ടും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സുജിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദീപ്തിയുടെ കൂട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇക്കാര്യം പറയാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോനെ, ഇതൊക്കെ നിനക്ക് അമ്മയോടെങ്കിലും നേരത്തെ പറയാമായിരുന്നില്ലേ? ഒരസുഖം വരുമ്പോ വിട്ടിട്ട് പോകാനാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. സോറി.